266 ദിവസം നീണ്ട രാപ്പകൽ സമരം ആശമാർ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ പന്തൽ അഴിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 265-ാം ദിനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവർ സമരത്തിൽ നിന്ന് പിന്മാറുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നത് ഇന്ന് 266-ാം ദിവസമാണ് രാപ്പകൽ സമരം തുടങ്ങിയിട്ട്. ആ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു ആശമാർ. ഇനി ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെയായി അവരുടെ സമരം തുടരും എന്നതാണ് നിലപാട്. തങ്ങൾ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത് അത് നടപ്പാകുന്നത് വരെ സമരം തുടരും എന്ന നിലപാടിൽ ആശമാർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ സമരപ്പന്തൽ അഴിച്ചു മാറ്റിയിരിക്കുന്നു. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണല്ലേ? ഇത്രയും ദിവസത്തെ, അതായത് 266 ദിവസം രാപ്പകൽ സമരം, അതിനുശേഷം പന്തലൊക്കെ അഴിച്ചിപ്പോൾ അവർ അവിടെ നിന്ന് പോവുകയാണ്. സമരം കുറച്ചുകൂടി കരുത്തോടെ തുടരുന്നതിന് വേണ്ടി. തീർച്ചയായും അനുജ, ഐതിഹാസിക സമരം എന്നുള്ളതാണ് ആശാപ്രവർത്തകർ കഴിഞ്ഞ 266 ദിവസത്തെ സമരനാളുകളെ വിശേഷിപ്പിക്കുന്നത്. അത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തന്നെ സമാനതകളില്ലാത്ത സമരം. പല സമരങ്ങളും ഈ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്ക് കണ്ടതാണ്. പക്ഷേ ആശമാരുടെ സമരം എന്ന് പറയുന്നത് പലതരത്തിലും സമാനതകളില്ലാത്തതായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയും. കാരണം ഈ കഴിഞ്ഞ 266 ദിവസങ്ങൾ പലതരത്തിലുള്ള സമര പരിപാടികൾ. അത് ആദ്യം ഫെബ്രുവരി 10-നാണ് സമരം തുടങ്ങുന്നത്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് വളയുന്നു, വനിതാ സംഗമം നടത്തുന്നു, പട്ടിണി സമരം നടത്തുന്നു, പലതരത്തിലും ആഘോഷങ്ങൾ, ഓണമായാലും വിഷു ആണെങ്കിലും പൊങ്കാലയാണെങ്കിലും എല്ലാം ആശമാർ ഈ സമരപ്പന്തലിൽ ആഘോഷിച്ചു. അങ്ങനെ അവരുടെ ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു ജീവിതം തന്നെ ഈ ഒരു സമരപ്പന്തലിലേക്ക്, അത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൗകര്യമില്ലാത്ത സമരപ്പന്തലിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ 266 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ സമരപ്പന്തലിൽ നിന്ന് അവർ മടങ്ങുകയാണ്. സമരം അവസാനിപ്പിക്കുകയല്ല, മറിച്ച് രാപ്പകൽ സമരത്തിന്റെ മാത്രം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമാണ് അവർ പിരിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സമരസമിതി നേതാക്കൾ ഈ സമരപ്പന്തൽ ഭാഗികമായി അഴിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സമരപ്രതിജ്ഞ റാലി ഉണ്ടായിരുന്നു. അത് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഈ 226 ദിവസങ്ങളായി ഇവർ കഴിഞ്ഞിരുന്നു. ഇവർ ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഇവർക്ക് സൗകര്യമില്ല. പക്ഷേ ഇവർ ഉണ്ടതും ഉറങ്ങിയതും ഒക്കെ ഇവിടെയായിരുന്നു. അങ്ങനെ ഈ ടാർപോളിൻ ഷീറ്റ് അടക്കം അഴിച്ചു മാറ്റുകയാണത്. ഈ കഴിഞ്ഞ 100-ാം ദിവസമൊക്കെ ഈ പോലീസ് വന്ന് ഈ ടാർപോളിൻ ഷീറ്റ് അഴിക്കുന്നതും ഒരു മഴയത്ത് ആശമാർ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച അത് കേരളം കണ്ടതാണ്. അതിനുശേഷം അവർ ഇപ്പോൾ അത് 1000 രൂപയുടെ ഒരു വർധനവ്, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നു. ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആശമാർ ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവർ സമരം അവസാനിപ്പിക്കുന്നില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക, ഇവരുടെ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ സമരം അത് ജില്ലാ തലത്തിൽ വ്യാപിപ്പിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കടക്കം സമര പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവരുടെ ഈ സമരപ്പന്തലിൽ തന്നെ ഇവർ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ കൂട്ടിവെച്ച് ഒരു ലൈബ്രറി സജ്ജീകരിച്ചിട്ടുണ്ട്. തയ്യൽ പരിശീലനം നടത്തുന്നുണ്ട്. കൂടാതെ പലതരത്തിലും ഈ ചെറുകിട വ്യവസായമൊക്കെ പോലെ പല പരിപാടികളും അവരിവിടുന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എടുത്താണ് അവർ ഇപ്പോൾ മടങ്ങുന്നത്. അത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ സന്തോഷമാണ്. കാരണം അവർക്ക് ഈ 266 ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാമെന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അത് സംതൃപ്തിയോടെയല്ല മടങ്ങുന്നത്. പക്ഷേ അവർ ഈ 1000 രൂപ അവരുടെ സമര വിജയമായി തന്നെ, സർക്കാരിന്റെ പ്രഖ്യാപനം സമര വിജയമായി തന്നെ കണക്കാക്കുന്നു. ആദ്യം സംസ്ഥാന സർക്കാരല്ല ഈ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആദ്യം സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് സർക്കാർ അംഗീകരിച്ചു. അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം സർക്കാർ അംഗീകരിച്ചു. അത് തങ്ങളുടെ സമര വിജയമാണ്. കൂടാതെ 226 ദിവസങ്ങളായി പലതരത്തിലുള്ള ഒരു വിജയങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ വിജയമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. ഒരു കൂട്ടായ്മ അത് 266 ദിവസങ്ങളായി ഒരു ഐതിഹാസിക സമരത്തിന്, അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സമര പരമ്പരയ്ക്ക് തന്നെയാണ് ഇന്ന് അവസാനമാകുന്നത്. ഇനി അടുത്ത ഫെബ്രുവരി 10-ന് ഇതിന്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു ഐതിഹാസിക സമര സംഗമം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശാമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും അവർ ഇവരുടെ പ്രതികരണം അടക്കം എടുക്കുകയാണെങ്കിൽ, ചേച്ചി സന്തോഷമായി. ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങുള്ളൂ, പിറകോട്ടില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് കൂടി പോകുന്നു. ഇനിയും ഞങ്ങൾ സമരമായിട്ട് വരും, മുന്നോട്ട് പിന്നാറില്ല, മുന്നോട്ട് സമരം.
അങ്ങനെ തന്നെയാണ് അവർ ഈ ആശമാർ അവർ പിന്നോട്ടില്ല, അല്ലെങ്കിൽ അവർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. പക്ഷേ അവരുടെ സമര വിജയമായി കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് മാത്രം പിരിയുന്നു. ഇനി ജില്ലാ തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കും. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം അവർ വലിയൊരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് എന്നുള്ളൊരു പ്രഖ്യാപനം അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇതാ ഇപ്പോൾ ഈ ടാർപോളിൻ ഷീറ്റ് അടക്കം അഴിച്ച് ഈ കനത്ത വെയിലത്തും മഴയത്തും ഒക്കെ ഇവരിവിടുന്ന് സമരം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എല്ലാ ആഘോഷങ്ങളിലും ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടതാണ്. അവർക്ക് ഈ ഒരു കഴിഞ്ഞ 266 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. ആ സമരത്തിനാണ് ഇന്ന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നത്. അവർ എല്ലാവരും, അത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള ആശമാരാണ് ഇവിടെ ഒത്തുകൂടിയത്. അവർ ഇനി മറ്റ് അവരുടെ വീടുകളിലേക്ക് മടങ്ങും. പലരും ഈ ഒരു കഴിഞ്ഞ 266 ദിവസങ്ങളായി വീടുകളിലേക്ക് പോവാത്തവരുണ്ട്. ഇപ്പോൾ ഈ ഒരു ടാർപോളിൻ ഷീറ്റ് അവർ അഴിച്ചു മാറ്റുകയാണ്. ഇനി ഈ സമരസമിതി നേതാക്കളുടെ ഒരു പ്രതികരണം എന്താണ്? സന്തോഷമാണോ മടങ്ങുന്നത്? സന്തോഷവും വിഷമവും ഉണ്ട്. ഞങ്ങളുടെ സമരം ഇത്രയും അഭിമാനപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ള സന്തോഷം. ഈ ടാർപോളിൻ ഷീറ്റ് ഇവർ ഇവിടെ നിന്ന് അഴിക്കുകയാണ്. അങ്ങനെ ഈ സെക്രട്ടേറിയറ്റ് കണ്ട ഒരു ഐതിഹാസിക സമരത്തിനാണ് ഇന്ന് പരിസമാപ്തി ഉണ്ടാകുന്നത്. 266 ദിവസം നീണ്ട രാപ്പകൽ സമരം അതാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ആശമാർ അവർ സമരപ്പന്തൽ അഴിച്ചു മാറ്റി. ഈ സമരപ്പന്തൽ പോലും ഒരു ഘട്ടത്തിൽ വാർത്തയായതാണെന്ന് പോലീസ് ഒരു ഘട്ടത്തിൽ ഈ സമരപ്പന്തൽ അഴിച്ചു മാറ്റിയതൊക്കെ വലിയ വിവാദമായി മാറിയതാണ്. ഇപ്പോൾ ആശാ വർക്കർമാർ അവരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേത് അവസാനിപ്പിച്ചിരിക്കുന്നു. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കും. ഒപ്പം അവരുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.